ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ആവിയിലാണ് നമ്മൾ ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ നല്ല പഞ്ഞി പോലെയുള്ള ഒരു കപ്പ് കേക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 60 ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇതുപോലത്തെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു തടുത്തവിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് ചേർത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 30 സെക്കൻഡോളം മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ പഞ്ചസാര എടുത്തിരിക്കുന്നത് ആ കപ്പിൽ തന്നെ 1/4 കപ്പ് പാലും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 120 ഗ്രാമിൻ്റെ കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. അതിനുശേഷം ആ ഒരു സ്പൂണിൽ തന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാനില എസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഏലക്കായുടെ പൊടി അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ ഏത് എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഒരു 30 സെക്കൻഡോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ച ശേഷം അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതായത് 150 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ കേക്കിന് തയ്യാറാക്കുന്നത് പോലെ 3 വട്ടം ഒന്ന് അരിച്ചെടുക്കണ്ട കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറിന് പകരമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ തന്നെ യൂസ് ചെയ്യണതാണ് നല്ലത്. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ അളവെങ്ങാനും കൂടി പോയി കഴിഞ്ഞാൽ ഒരു പൊള്ളൽ ചുവ വരും. പക്ഷേ ബേക്കിംഗ് പൗഡർ ചേർത്താൽ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് നല്ല ടെക്സ്ചറിൽ കേക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഈ മാവ് ഒട്ടും കട്ടിയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതെങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കണേന്ന് നോക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇതുപോലത്തെ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് സാധാരണ പേപ്പർ കപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിൽ നമുക്കിതുപോലെ തയ്യാറാക്കാനായിട്ട് പറ്റും. പേപ്പർ കപ്പ് ആയതുകൊണ്ട് ആവി നേരിട്ട് അടിക്കുമ്പോൾ ചുരുങ്ങി പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് എല്ലാ കപ്പിലേക്കും ഒരു 1/4 ഭാഗത്തോളം അളവിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 3 കപ്പിലേക്കും ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ആവിയിൽ ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെക്കുമ്പോൾ ഇതുപോലത്തെ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് അതിൻ്റെ അടപ്പൻ മൂടി വെക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞ് വെക്കുകയോ ചെയ്യണം. വെള്ളം തിളക്കുമ്പോൾ ആവിയിൽ നിന്ന് വരുന്ന വെള്ളം കേക്കിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അലുമിനിയം ഫോയിൽ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് നന്നായിട്ട് മൂടിയിട്ട് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്താൽ കറക്റ്റായിട്ട് വെന്ത് വരും. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് തയ്യാറായിട്ടുണ്ട്. ശരിക്കും നന്നായിട്ട് പൊങ്ങി കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതി അല്ലാതെ വേണമെങ്കിൽ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ ഓവനില്ലാതെ കുക്കറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ തയ്യാറാക്കിയ മാവിൻ്റെ അളവ് വെച്ചിട്ട് ഏകദേശം ഒരു 7 കപ്പ് കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചൂടോട് കൂടി തന്നെ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരയാണ്. നിങ്ങൾ എടുക്കുമ്പോൾ തണുത്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ഈ ഒരു കപ്പ് കേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടോട് കൂടി തന്നെ കഴിക്കട്ടെ. ശരിക്കും നല്ല പഞ്ഞി പോലെയുള്ള ഒരു കപ്പ് കേക്കാണിത്. അപ്പോൾ വൈകിട്ടത്തെ ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് പറ്റിയൊരു കേക്കാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. 100% ആയിട്ട് സക്സസ് ആവും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. താങ്ക് യു.